Hey all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ കൂടിയാണോ പോകുന്നത് ആ സിറ്റുവേഷനെ പറ്റി എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, എന്താണ് നിങ്ങൾ അതൊന്ന് പഠിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ആസ് യൂഷ്വൽ 3 ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏത് പിക്ചറിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് ആ പിക്ചർ നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. സോ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ഓർ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് അവസ്ഥയിൽ കൂടിയാണോ നിങ്ങൾ പോകുന്നത് അതൊക്കെ ഒന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് മനസ്സിൽ ഓർത്തെടുത്ത് ഏത് പിക്ചറാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള മെസ്സേജ് കിട്ടും. സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. Alright, let's start with group number 1. ഹലോ ഗ്രൂപ്പ് നമ്പർ 1, ഈ സാഹചര്യത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, എന്താണ് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്, നിങ്ങൾക്കുള്ള ലെസൺ എന്താണ്, ഓർ എന്താണ് ഇങ്ങനത്തെ സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എന്തിനാണ് എന്നൊക്കെ നോക്കാം. ഓൾറൈറ്റ്, സോ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് വളരെ യങ് ആയിട്ടുള്ള ഒരു എനർജി ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സോളിനൊക്കെ കണക്ട് ചെയ്യേണ്ട സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ചില ആളുകൾ ഓൾറെഡി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, ഒരു കുട്ടിയുടെ ഒരു പരിശുദ്ധി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ചില ആക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോകുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ആയിരിക്കാം, നിങ്ങൾ എത്തിപ്പെടുന്ന ചില കാര്യങ്ങളായിരിക്കാം, ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഇതൊന്നും നിങ്ങളൊരു വിഷമായിട്ടോ അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടോ ഒന്നും എടുക്കേണ്ട ഒരു കാര്യമല്ല. കാരണം നിങ്ങൾ ഒരു ഗ്രോയിങ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഫോം ചെയ്യുന്ന ഒരു സ്റ്റേജിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഒരു കുട്ടി ജനിച്ചിട്ട് അത് വളരുന്ന ഒരു സ്റ്റേജിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. സോ ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ മനസ്സിൽ ഓർത്തിട്ടുള്ളത്, നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആണോ കണക്ട് ചെയ്തിട്ടുള്ളത്, അതും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ അനുഭവമായിരിക്കാം അല്ലെ. സോ നിങ്ങൾ ആദ്യമായിട്ട് കണക്ട് ചെയ്യേണ്ട ചില സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. സോ ഒരു പുതുമ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നിങ്ങളെ കണക്ട് ചെയ്യുന്നതും ആ ഒരു കാര്യമാണ്. ഓക്കെ, ഒരു ഫ്രഷ്നെസ്, പുതുമ, പുതിയ എക്സ്പീരിയൻസ്, പുതിയ കാഴ്ചകള്, പുതിയ ഫീലിങ്സ്. അവിടെ നിങ്ങൾക്ക് തെറ്റുകളും പറ്റുന്നുണ്ടായിരിക്കണം, പക്ഷെ അതൊന്നും നിങ്ങളെ ഒരു രീതിയിൽ നിങ്ങളെ ബാധിക്കാത്ത ചില കാര്യങ്ങളാണ്. കാരണം നിങ്ങളുടെ ലൈഫിന്റെ ഈവൻ നിങ്ങൾ എത്ര ഏജ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഈ സമയം നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ സോള് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ചില ആളുകൾ ഓൾറെഡി ഓർ നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അത് നിങ്ങളുടെ ഒരു പുതിയ അനുഭവമായിരിക്കാം. ഓക്കെ, അത് റിലേഷൻഷിപ്പോ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷനോ നിങ്ങളുടെ ലൈഫിൽ പേഴ്സണലി സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതൊരു പുതിയ അനുഭവമാണ് അല്ലെ. ഓർ ചില ആളുകൾക്ക് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ഒരു പുതിയ അവസ്ഥയിലേക്കാണ്. സോ ഒരു സ്ട്രഗിൾ ചില ആളുകൾക്ക് ഉണ്ടായിരിക്കണം. ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ചില ആളുകൾക്ക് സംഭവിക്കുന്നുണ്ടായിരിക്കണം. ചില സ്ട്രഗിൾ കൂടെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം ഈ ഒരു സമയത്ത്. പക്ഷെ നിങ്ങൾ എത്തിപ്പെടുന്നത് ഒരു പുതിയൊരു പ്ലേസിലാണ്. ഓക്കെ, പുതിയ കാഴ്ചകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലെ സകല കാര്യങ്ങളും മറന്നു പോകുന്ന ചില ലൈഫ് എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ ഒരു പുതിയൊരു ബർത്ത് സിറ്റുവേഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ സോളിന് സംഭവിക്കുന്നുണ്ട്. ഒരു അവേക്കനിങ് നിങ്ങളുടെ സോളിന്, നിങ്ങളുടെ ലൈഫിന് തന്നെ സംഭവിക്കുന്നുണ്ട്. സോ പല കാര്യങ്ങളും നിങ്ങൾ ഫ്രഷ് ആയിട്ടായിരിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഫ്രഷ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കാം ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഓൾറൈറ്റ്, ഓർ എന്താണോ നിങ്ങൾക്ക് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ ഒരിക്കലും ഒരു വിഷമായിട്ടേ എടുക്കേണ്ട ഒരു കാര്യമല്ല. ഓക്കെ, കാരണം ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു അവേക്കനിങ് സ്റ്റേജ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. സോ അവിടെ ചില ആളുകൾക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള കണക്ഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എല്ലാ റൊമാൻറ്റിക് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ്, കണക്ഷൻ, സ്നേഹം, ഇന്റിമസി ഒക്കെ നിങ്ങൾ വളരെ ഡീപ്പ് ആയിട്ട് കണക്ട് ചെയ്യണം. അത് മേ ബി ലൈക്ക് നിങ്ങളുടെ ഒരു സോൾ അവേക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ തിരിച്ചറിയാൻ കൂടെ വേണ്ടിയിട്ടായിരിക്കാം. കാരണം ഈ ഒരു സ്റ്റേജിൽ ചില ആളുകൾക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇതുവരെ ഈവൻ നിങ്ങളുടെ ഏജ് എത്രയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത വളരെ ഡീപ്പ് ആയിട്ടുള്ള കണക്ഷൻ, ഫീലിംഗ്, സ്നേഹമൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ആയിട്ട് ഇതുപോലത്തെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ചില ആളുകളുടെ പ്രസൻസ്, അപ്രതീക്ഷിതമായിട്ടുള്ള
വരവൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലത്തെ ഒരു അവേക്കനിങ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, ചില ആളുകളുടെ ചോദ്യം ഇതായിരിക്കാം, ചില ആളുകൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടി ആയിരിക്കാം നിങ്ങൾ ഈ സമയത്ത് പോകുന്നുണ്ടായിരിക്കാം. സോ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇത്ര ഒരു ഇന്റൻസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇത്ര ഒരു സന്തോഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കണക്ട് ആവുന്നു, നിങ്ങൾക്ക് ഇത്ര ഒരു മാറ്റം ഉണ്ടാവുന്നു എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ആ ഒരു അവേക്കനിങ് സിറ്റുവേഷനിലാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് അവേക്കൻ ആയിട്ടുള്ള ചില സിറ്റുവേഷൻ ചില ആളുകളുടെ ലൈഫിൽ നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ അത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ ഒരു പുതിയ ബെറ്റർ വേർഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കാം. ആൻഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കുന്നതും വളരെ ഇന്റൻസ് ആയിട്ടും വളരെ മിറാക്കുലസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിലെ സകല കാര്യങ്ങളും ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത് മറന്നു പോകുന്നുണ്ട്. ഓക്കെ, മറന്നു പോകുന്ന തക്കത്തിലുള്ള എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഇത് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ലൈഫ് എന്താണോ നിങ്ങൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഓഫർ ചെയ്തിട്ടുള്ളത്, നിങ്ങളൊരു കുട്ടീനെ പോലെ അത് ആസ്വദിക്കേണ്ട ഒരു സമയമാണ്. കുട്ടീനെ പോലെ ആസ്വദിക്കുന്നത് നിങ്ങൾക്കത് പുതിയ എക്സ്പീരിയൻസ് ആണ്, പുതിയ ഫീലിങ്സ് ആണ്, പുതിയൊരു സാഹചര്യമാണ്. ഓക്കെ, അത് നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാം. കാരണം ഇത് നിങ്ങളെ നല്ല രീതിയിൽ ഫോം ചെയ്യാൻ അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഫിസിക്കലി മെന്റലി വളരെ സ്ട്രെങ്ത് തരുന്നുണ്ട്. എന്ത് സിറ്റുവേഷൻ കൂടിയാണോ നിങ്ങൾ പോകുന്നത് അതിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾക്ക് വളരെ സ്ട്രഗിൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ എന്താണെന്നുള്ളത് നിങ്ങളെ പറ്റിയിട്ടും കൂടുതൽ തിരിച്ചറിയുന്നുണ്ടാവില്ല. ഓക്കെ, അതായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ലീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്ര ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരു പുതുമ ഉണ്ടാക്കുന്ന ഒരു ചില കാര്യത്തിലേക്കും ഇതുപോലത്തെ എക്സ്പീരിയൻസിലേക്കുമാണ്. സോ അങ്ങനത്തെ ആളുകൾക്ക് ഇതുപോലത്തെ ഒരു കണക്ഷൻ, ഇതുപോലത്തെ ചില വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില അനുഭവങ്ങൾ ആളുകളെ കൊണ്ടോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് അത്ര ഇന്റൻസ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കാം, ഐഡിയാസ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, റിലേഷൻഷിപ്പ് അല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, പക്ഷെ ഒരുപാട് ആളുകൾക്ക് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൂടെയാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവേക്കനിങ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അത് മിസ്റ്റേക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടോ ഒന്നും നിങ്ങൾ കാണേണ്ട ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്കറിയാം ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എത്രമാത്രം നിങ്ങൾക്കത് വേണ്ട ഒരു കാര്യമായിരുന്നു എന്നുള്ളത്. അല്ലെ, ചില കാര്യങ്ങൾ ചില ആളുകൾ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വരുന്നത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. അല്ലെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു മാറ്റമാണ് സംഭവിക്കുന്നത്. കാരണം നിങ്ങളുടെ ഹാർട്ട് ചക്ര ഒരുപാട് അവേക്കൻ ആവുന്നുണ്ട്, റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആദ്യമായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, ആദ്യമായിട്ട് സ്നേഹം എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, ചില ഫീലിങ്സ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഈവൻ നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഒക്കെ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ അതിന്റെ ഫ്യൂച്ചർ ഉണ്ടാവും അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും, ചില കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ട് ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇല്ലാതാക്കാതിരിക്കാം. ഓക്കെ, സോ ഇപ്പം എന്താണോ ലൈഫ് നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, അത് എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എക്സാക്ട്ലി. ഓക്കെ, സോ ഈ ഒരു മൊമെന്റിൽ ജീവിക്കാനും കൂടെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, കാരണം നിങ്ങൾ വളരെ യങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. നിങ്ങൾ ഒരു കുട്ടീനെ പോലെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ആക്ച്വലി ലൈഫിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം നിങ്ങൾ അങ്ങനെയാണ് കാണേണ്ടത്. ഓക്കെ, അവിടെ നിങ്ങൾ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്വയം പെർമിഷൻ കൊടുക്കാനും ചില മിസ്റ്റേക്ക് വരുത്തുന്നതിലും ഒരു തെറ്റൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. ആ ഒരു കുട്ടിയുടെ ഒരു പരിശുദ്ധി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ആ ഒരു ഇന്നസെൻസ് നിങ്ങൾക്ക്, നിഷ്കളങ്കമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ അടുത്ത് ഫൊർഗീവ് ചെയ്യാൻ സാധിക്കണം. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാക്ട്ലി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ പോലെയാണ് ഈ ഒരു സിറ്റുവേഷൻ. അത് ഏറ്റവും കൂടുതൽ ആളുകൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം നിങ്ങൾ അതുപോലെ
പോലത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകളെ നിങ്ങളുടെ ലൈഫിൽ ഒരു സഡൻ ഫ്ലോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുവരെ അനക്കൊന്നും ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസ്പെരിറ്റി പോലെ, അല്ലെങ്കിൽ ഒരു പൂക്കാലം, ഒരു വസന്തം പോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഓൾ ഓഫ് സഡൻ നല്ല നല്ല ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യുക, യങ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള എനർജി ഉള്ള ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് കളർഫുൾ ആക്കുന്ന ചില ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യാം, പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് മേ ബി ഡ്രൈവിംഗ് ആയിരിക്കാം, ഓക്കെ, യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ ചില വാഹനങ്ങളിലൊക്കെ കയറുന്നുണ്ടായിരിക്കാം. ഓക്കെ, മേ ബി ഫ്ലൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ ഒരു ലോങ് ഡ്രൈവിന് പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ ഒരു വെഹിക്കിൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കാം. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഗ്യാദർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. ഓക്കെ, ആദ്യമായിട്ടായിരിക്കും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കും. ഒരു റൊമാൻസ് എന്താന്നുള്ളത്, ഒരു റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹം എന്താന്നുള്ളത് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊന്നും നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കാര്യമല്ല, നാച്ചുറലി നിങ്ങൾ ലൈഫായിട്ട് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു അസറ്റ് ആണ്. ഓക്കെ, എന്താണോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് ഈവൻ അതൊരു മെമ്മറി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു അസറ്റ് ആണ്. നിങ്ങളുടെ ക്രൗൺ ചക്ര ഒരുപാട് അത് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ക്രൗൺ ചക്ര ആൻഡ് യുവർ ഹാർട്ട് ചക്ര. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ, നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഫീലിങ്സും നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും, അതുപോലെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒന്നും ഒരു എഫേർട്ടും ഇല്ലാതെ ഒന്ന് ജസ്റ്റ് ഇമാജിൻ ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നാച്ചുറലി ഫ്ലോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് നിങ്ങളത് കാണേണ്ടത്. ഓക്കെ, അതുപോലെ റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ചില കാര്യങ്ങള് ചില കാര്യത്തിന്റെ ഒരു ഡെപ്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്, ചില മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും അതാണ്. ഓക്കെ, ചില ആളുകൾ നിങ്ങളൊരു പുതിയ ജോബിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരിക്കണം, കാരണം നിങ്ങൾക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ, ഡോക്യുമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ, എവിടെയെങ്കിലും നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് വേണം എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനോ, അത് ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് കളഞ്ഞു പോയിട്ടുള്ളതോ, എന്തെങ്കിലും അതിന്റെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ പേരിൽ വരുന്നുണ്ട്. സോ അത് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടീഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ, ഓർ ഈവൻ ലൈക്ക് നിങ്ങൾ അങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും. കാരണം ചില ആളുകൾക്ക് ഒരു ഫൈനാൻഷ്യൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇത്ര കാലം വെയിറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്കത് ഗ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീടിന്റെ പണി നിങ്ങൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം. സോ അത് ഒരു സ്റ്റക്കായിട്ട് നിന്നിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരിക്കാം, അത് വീണ്ടും വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ആ ഒരു യങ് വേർഷൻ അല്ലെങ്കിൽ ഒരു യങ് എനർജി നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങൾ ഇതുപോലെ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. വീട് പോലെ. ഓക്കെ, നമ്മളൊരു വീടിന്റെ ഒരു അടിത്തറ ഇടുക എന്നൊക്കെ പറയുന്നത് ഒരു കുട്ടീനെ ജനിപ്പിച്ചു കൊണ്ടുവരുന്നത് പോലെയാണ്, അല്ലെ? ഒരു കുട്ടീനെ വളർത്തി കൊണ്ടുവരുന്നത് പോലെയാണ്, ഒരു ജന്മം എടുക്കുന്നത് പോലെയാണ്, അല്ലെ? സോ അതുപോലത്തെ ചേഞ്ചസും ആയിരിക്കാം ചില ആളുകൾക്ക് സംഭവിക്കുന്നുണ്ടായിരിക്കാം. അത് ഒന്നുകിൽ നിങ്ങളുടെ ഉള്ളിലാണ് അങ്ങനത്തെ ഒരു ജനനം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കാര്യത്തിൽ ഒരു ബർത്ത് ഉണ്ടാവുന്നുണ്ട്, ഒരു വീടിനൊരു ബർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു സ്ഥലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജനിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർഡ് ആവുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് ഇതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ വീട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓർ എന്താണോ ഈ ഒരു സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ പോകുന്നത്, അത് എന്താണെന്നുണ്ടെങ്കിൽ ഈവൻ അത് നിങ്ങൾക്ക് സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിലും, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ സ്ട്രഗിളോ, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വീട് മാറേണ്ട അവസ്ഥ വരിക, വീടിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട അവസ്ഥ വരിക, അതായത് നിങ്ങളുടെ താമസ സ്ഥലത്തിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഈവൻ നിങ്ങൾക്ക് അതൊരു സ്ട്രഗിൾ ആയിരിക്കാം. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് വീട് മാറണം എന്നുള്ളൊരു അവസ്ഥ വരിക, അല്ലെങ്കിൽ ചില പ്ലേസിൽ നിന്ന് ഇറങ്ങി പോകണം എന്നുള്ളൊരു അവസ്ഥ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു കാര്യം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഓക്കെ, ഒരു കാര്യം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. ജനിപ്പിക്കുക ഇൻ ദ സെൻസ് അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം, ഓർ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബർത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കാം. എന്തോ ഒരു
കാര്യത്തിന്, ഓക്കെ, ഒരു ലൈഫുള്ള ഒരു കാര്യത്തിനോ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വീട് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. സോ അങ്ങനത്തെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മാറി നിൽക്കണം, മാറിപ്പോണ്ട സിറ്റുവേഷൻസ് വരികയാണ്, അതിൽ നിങ്ങൾ പേടിക്കേണ്ട. കാരണം ഇത് നിങ്ങളൊരു പുതിയൊരു ആവാസ വ്യവസ്ഥയിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ആവാസ സിറ്റുവേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരുത്തുന്നുണ്ട്. പുതിയൊരു പ്ലേസിലേക്ക് വരിക, താമസ സൗകര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചിലത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് വരുന്ന സമയത്തായിരിക്കാം ചില കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളൊരു സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗ്രൂപ്പ് നമ്പർ 1 അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ പുതിയ പ്ലേസിൽ വരണം, പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം, പുതിയ വാഹനങ്ങൾ വാങ്ങിക്കണം, പുതിയ കഴിവുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് കൂടെ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ചില കാര്യങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ അൺഎക്സ്പെക്ടഡ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് അത് ഫ്ലോ ചെയ്ത് വരുന്നുണ്ട്. ചില കാര്യങ്ങൾ നാച്ചുറലി നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്ലോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്ത് സാഹചര്യത്തിൽ കൂടെയാണോ ഗ്രൂപ്പ് നമ്പർ 1 ഈ സമയം നിങ്ങൾ പോകുന്നത്, അത് നിങ്ങൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കാര്യത്തിനെ പറ്റി ചിന്തിക്കുന്നതാണെന്നുണ്ടെങ്കിലും, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും, ഒരു പ്ലേസിൽ നിന്ന് മാറണം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന് മാറണം എന്ന സാഹചര്യം നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അങ്ങനെ പുതിയ കാര്യത്തിലേക്ക് വരണം, പുതിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണം, നിങ്ങൾക്ക് ആ ഒരു പുതിയൊരു ബർത്ത് ഉണ്ടാവണം. ഓക്കെ, സോ നിങ്ങൾ ഒരു പ്ലേസിൽ നിന്ന് മാറി നിന്ന് വേറൊരു പ്ലേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ലൈക്ക് ഒരു പറിച്ചു നടൽ പോലെയാണ്, അല്ലെ, പുതിയൊരു ജനനം പോലെ തന്നെയാണ്, പുതിയൊരു ലൈഫ് തന്നെയാണ് അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക, അല്ലെ. സോ എന്ത് അവസ്ഥയിൽ കൂടെയാണോ നിങ്ങൾ ഇതുപോലെ പോകുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക ഇതുപോലത്തെ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്, ഇതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, ഇതുപോലെ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരു കുട്ടിയുടെ ഇന്നസെൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവുന്നില്ല. ഓക്കെ, ഒരു കുട്ടി അതിന്റെ ഒരു ഭാവിനെ പറ്റിയിട്ട് ബോധർ ചെയ്യില്ല, അല്ലെ, ആ ഒരു മൊമെന്റിൽ ജീവിക്കും കുട്ടികളൊക്കെ. അതുപോലത്തെ സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ വേറെ ഒന്നും ബോധർ ചെയ്യില്ല. നിങ്ങളുടെ ലൈഫിൽ എന്താണ് ലൈഫ് ഇതുപോലെ ഓഫർ ചെയ്യുന്നത്, എന്ത് സ്നേഹമാണോ, ആരാണോ, എന്ത് ബ്ലെസ്സിങ് ആണോ, എന്ത് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആണോ, എന്ത് ജോബാണോ, എന്ത് പുതിയ പുതിയ മാറ്റങ്ങളാണോ ഉണ്ടാക്കുന്നത്, അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാ സമാധാനത്തോട് കൂടിയിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ വിഷമായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ടെൻഷൻ അടിക്കേണ്ട. കാരണം ഇതുപോലത്തെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ മറന്നു പോകും നിങ്ങളുടെ സ്ട്രഗിൾ എന്താന്നുള്ളത്. നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ എത്തിപ്പെടുന്ന സമയത്ത്, ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്തിപ്പെടുന്ന സമയത്ത്, ഒരു ജോബിൽ നിങ്ങൾ എത്തിപ്പെടുന്ന സമയത്ത്, പുതിയ പ്ലേസിൽ നിങ്ങൾ എത്തിപ്പെടുന്ന സമയത്ത്, ഇത്ര കാലം നിങ്ങൾ എന്തൊക്കെ സ്ട്രഗിൾ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടോ അതൊക്കെ ഡെസ്റ്റിനി തന്നെ, അല്ലെങ്കിൽ അതൊക്കെ ലൈഫ് തന്നെ നിങ്ങൾക്ക് മാറ്റി തരുന്നുണ്ട്. ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അത്രയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല, മാനസികമായിട്ടുള്ള ഒരു വിഷമവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ആ ഒരു പഴയൊരു കംപ്ലീറ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് വിട്ട് പുതിയ കാര്യത്തിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക, പല ഏരിയാസിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 2, ഈ സാഹചര്യത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, ഓർ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2, സോ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ചില കാര്യങ്ങള് നിങ്ങളുടെ ഉള്ളിൽ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ചില കാര്യങ്ങള് നിങ്ങൾക്ക് നിങ്ങളോട് ഫൊർഗീവ് ചെയ്യാൻ സാധിക്കണം, ഓർ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ഷനിലേക്ക് നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങള്, ഓർ നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങള്, എസ്പെഷ്യലി നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ. സോ ആ ഒരു പാറ്റേണിലേക്ക് തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന്. എസ്പെഷ്യലി നിങ്ങൾക്കൊരു ഹെൽപ്പ് ഒക്കെ വേണ്ട ഒരു സിറ്റുവേഷൻ ആണ്, മെന്റൽ ഹെൽപ്പ്, ഫിസിക്കൽ ഹെൽപ്പ് ഒക്കെ നിങ്ങൾക്ക് വേണ്ട ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ചില കാര്യത്തിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരണം എന്ന് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും നിങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ട ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആവേണ്ട ഒരു സിറ്റുവേഷൻ ഓൾറെഡി ചില ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. സോ അത് നിങ്ങളുടെ മിസ്റ്റേക്സ് ആയിരിക്കാം, നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അനുഭവിക്കുന്ന ചില ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം, ഒരേ അവസ്ഥയിൽ കൂടെ തന്നെ നിങ്ങൾ കുറെ കാലമായിട്ട് പോകുന്നുണ്ടെങ്കിൽ
ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്കത് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾക്കത് ഹീൽ ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ എത്രമാത്രം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, എത്രമാത്രം ലെസൺസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ല, ഓക്കെ, എത്രമാത്രം ഫെയിലിയേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ല. സോ നമ്മൾ പറയും ഫെയിലിയേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് നമ്മളവിടെ എക്സ്പീരിയൻസ്ഡ് ആവുന്നകൂടെ ഉണ്ട്, ഓക്കെ. ഒരുപാട് നല്ല എക്സ്പീരിയൻസും നമുക്ക് അവിടുന്ന് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൂടെ ഈവൻ നിങ്ങൾ ലൈഫിൽ ഫെയിൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും, ഈവൻ ചില ആളുകൾക്ക് അത് എന്ത് സിറ്റുവേഷനും ആയിരിക്കാം. നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് റിജക്ട് ആവുന്നതായിരിക്കാം, നിങ്ങളുടെ ജോബിൽ നിന്ന് നിങ്ങൾ പലവട്ടം റിജക്ട് ആയി പോകുന്നതായിരിക്കാം, നിങ്ങളുടെ ഒരു എക്സാം ആയിരിക്കാം. ചില ആളുകൾക്ക് ഒരുപാട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഫെയിൽ ആവുന്നുണ്ടായിരിക്കണം. സോ ഫെയിൽ ആയി എന്ന് വിചാരിക്കാതെ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളെ പല നല്ല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്, ഓക്കെ. അതൊന്നും നിങ്ങൾക്ക് ഒരുപാട് നല്ല ലെസണും ഉണ്ടായിട്ടുണ്ട്, നല്ല എക്സ്പീരിയൻസും, നിങ്ങളൊരു എക്സ്പേർട്ടും കൂടെ ആവുന്നുണ്ട് എങ്ങനെ ഇനി എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളെ ഒരു സിറ്റുവേഷനിൽ കൂടെ എത്ര തവണ പോയിട്ടുണ്ട് എന്നുള്ളതല്ല. ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ വീണ്ടും 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 പോയിട്ട് അതേ അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനും കൂടിയാണ് ആ ലൈഫ് സിറ്റുവേഷൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്, അല്ലെ? സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇതുപോലെ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം. അത് ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, ഓക്കെ. നിങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഒരേ അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോവാണ്, ഒരേ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരേ അനുഭവമാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക. കാരണം ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഹീൽ ചെയ്യാനും റീകണക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. റീകണക്ട് ചെയ്യാൻ ഇൻ ദ സെൻസ് നിങ്ങൾ വേറെ ഒന്നിലേക്കും അല്ല, നിങ്ങൾ നിങ്ങളിലേക്ക് നല്ല രീതിയിൽ റീകണക്ട് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഹീൽ ചെയ്യുന്ന സമയത്ത് അത് ഹെൽത്തി ആയിട്ട് നിങ്ങളിലേക്ക് തന്നെ റീകണക്ട് ആവും. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയി നിങ്ങൾക്ക് മുന്നോട്ടുള്ള പാത്ത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരും. അത് ആളുകളോ റിലേഷൻഷിപ്പോ ഓർ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, ഓക്കെ. ഈവൻ അത് ചില ആളുകൾക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത്, ഫിക്സ് ചെയ്യേണ്ടത്, ഹീൽ ചെയ്യേണ്ടത് നിങ്ങളുടെ തന്നെ ചില നേച്ചറാണ്, ഓക്കെ. നിങ്ങളുടെ തന്നെ ചില സ്വഭാവങ്ങളായിരിക്കാം, നിങ്ങളുടെ തന്നെ ചില ആക്ഷൻ ആയിരിക്കാം. ചില ആളുകൾക്ക് ഒരു സെൽഫ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഹാബിറ്റ്, നിങ്ങളുടെ അഡിക്ഷൻസ്, നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്കത് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഹീൽ ചെയ്യുക എന്ന് പറയുന്നത് പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുക, പുതിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുക, പുതിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക, ഓക്കെ. എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ ആ വ്യക്തിയോ ആ സിറ്റുവേഷനെയോ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനി അതൊക്കെ നിർത്തി നിങ്ങൾക്ക് എന്ത് ബെസ്റ്റ് ആയിട്ട് കൊടുക്കാം, നിങ്ങൾ എന്തിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു പ്രോഗ്രസീവ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്തു വരാം, ഓക്കെ. കാരണം എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരേ അവസ്ഥയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, ഒരുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്, ഒരേ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, ഒരേ സ്ട്രഗിൾ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്തേ പറ്റുള്ളൂ ആ ഒരു പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. ഓൾറൈറ്റ്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രഗിളോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഗ്രോ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ശീലങ്ങളിലെ മാറ്റങ്ങൾ വരുത്തി നോക്കുക, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നോക്കുക. ആൻഡ് നിങ്ങൾക്ക് ക്യാഷിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് എന്ത് ഫീലിംഗ്സ് ആണോ ഉണ്ടാവുന്നത്, അവിടെ ലാക്നെസ് ആണോ, അവിടെ എന്ത് ഇമോഷൻസ് ആണോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, അതായിരിക്കും നിങ്ങളുടെ ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത്. ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ അത് ഹീൽ ചെയ്ത് വരുന്ന സമയത്ത്, ഹീൽ ചെയ്യുക ഇൻ ദ സെൻസ് നിങ്ങൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങൾ സെൽഫായിട്ട് തന്നെ നിങ്ങൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാവാം, ഓക്കെ. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, ഈ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പെർമിഷൻസ് നിങ്ങൾ ആദ്യം കൊടുത്തു തുടങ്ങുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ നമുക്ക് മുകളിലേക്ക് കയറി വരാൻ സാധിക്കുള്ളൂ. ഒറ്റച്ചാട്ടത്തിന് നമുക്ക് കയറി വരാൻ സാധിച്ചോളണമെന്നില്ല, അല്ലെ, നമ്മൾ വലിയൊരു സ്ട്രഗിളിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. സോ നിങ്ങൾ ഇനി പുതിയ പുതിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കാം, ഓക്കെ. ഒരേ കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾ പറയരുത് ഇനി എന്റെ ലൈഫിൽ ഇതുപോലെ തന്നെയാണ്, എപ്പോഴും ഇങ്ങനത്തെ അവസ്ഥ ആണെന്ന് പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ അത് പറയരുത്. പുതിയ കാര്യങ്ങൾ ശ്രമിച്ചു നോക്കുക. ഈവൻ അത് തെറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. നിങ്ങൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. പുതിയ ജോബ് നോക്കുന്നതായിരിക്കാം, ഓക്കെ. നിങ്ങൾ ഒരുപാട് പ്രഷർ നിങ്ങൾക്ക് തന്നെ കൊടുക്കാതിരിക്കുക. കാരണം ചില ആളുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് ഒക്കെ നിങ്ങൾ ഒരുപാട് ഇംപ്രൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. കാരണം ചില ആളുകൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഓക്കെ. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം, എപ്പോഴും നിങ്ങൾക്കൊരു ലാക്നെസ് തോന്നുന്നത് കൊണ്ടായിരിക്കാം, ഓക്കെ. എന്താണ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ
റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ സഹായിക്കാൻ സാധിക്കുക നിങ്ങൾക്ക് തന്നെയാണ്. ഓക്കെ, കാരണം നിങ്ങളുടെ അവസ്ഥ എന്താന്നുള്ളത് നിങ്ങളെക്കാൾ കൂടുതൽ വേറൊരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം, അത് നിങ്ങൾക്കാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാം. അത് അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനും കണ്ടെത്താൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ട മെസ്സേജ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒന്ന് ജസ്റ്റ് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് മാറ്റേണ്ടത്, എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണ്ട എന്ന് തോന്നുന്നത്, അതൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹീലിംഗ് പ്രോസസ് ആണ്. ഓക്കെ, നിങ്ങൾ പല കാര്യങ്ങളും ഹീൽ ചെയ്തുകൊണ്ട് വരികയാണ്, മാറ്റം വരുത്തിക്കൊണ്ട് വരികയാണ്. അത് ചില ആളുകൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയം. ഓക്കെ, നിങ്ങൾ ഫൈനലി നിങ്ങൾ ചില പ്ലേസിൽ നിന്നൊക്കെ ഗിവ് അപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളിലേക്ക് ചുരുങ്ങി പോയിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചില ആളുകൾക്കുള്ള മെസ്സേജ് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ പുറമേയുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അവരങ്ങനെ അവരിങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് അത് കിട്ടി. ലൈക്ക് നോ, എന്താണോ നിങ്ങൾ ഇതുപോലെ എക്സ്റ്റേണലി നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുന്നത്, എക്സ്റ്റേണലി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് ണ്ടെങ്കിൽ അതാണ് ചില ആളുകൾക്ക് ഒരുപാട് സഫർ ഉണ്ടാവുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കാം. ഓക്കെ, സോ ഇൻസ്റ്റീഡ് ലൈക്ക് നിങ്ങൾ എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. നിങ്ങൾ മാക്സിമം നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ടൈമാണ് ഗ്രൂപ്പ് നമ്പർ 2. അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ടോക്ക് ചെയ്യുന്നതോ, അഫോം ചെയ്യുന്നതോ, ഓർ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതോ, നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്ര ഒരു സ്ട്രോങ് ഇന്റൻഷൻ നിങ്ങൾ കൊടുക്കേണ്ട ഒരു സമയമാണിത്. ഓക്കെ, കാരണം നിങ്ങളുടെ തന്നെ ഒരു കൺഫർമേഷൻ ആണ് വേണ്ടത്, നിങ്ങളുടെ തന്നെ പെർമിഷൻ ആണ് നിങ്ങൾക്ക് ആവശ്യം. ഓൾറൈറ്റ്, കാരണം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഒരു ഹീലിംഗ് പ്രോസസ് ആണ്. ഓക്കെ, പല മുറിവുകളും ഉണക്കി കൊണ്ടുവരുന്ന ഒരു ടൈമാണ്, പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓൾറൈറ്റ്, അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അതുപോലെ ആക്സെപ്റ്റ് ചെയ്ത് അതിന് ഇനി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ അതുപോലെ കണക്ട് ചെയ്യാം. ഓക്കെ, സോ ചില ആളുകൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ഇത്ര കാലം വേസ്റ്റ് ആക്കിയിട്ടുള്ള ടൈം നിങ്ങൾക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അല്ലെ, സമയം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ, പ്രായം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ, ചില കാര്യങ്ങൾ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ടെൻഷൻ അടിച്ചിട്ട് ബോധറായിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് അവിടുന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ. ചില ആളുകൾ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത്, നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് നിങ്ങൾ അതുപോലെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്കുള്ള എക്സാക്ട് മെസ്സേജ് അതാണ്. ഓക്കെ, സോ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു പുതിയ പാത്തിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായിരിക്കാം നിങ്ങൾ വരേണ്ട ഒരു പാത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ അത്ര കാലമായിട്ട് ശ്രമിക്കുന്നത്, എസ്പെഷ്യലി നിങ്ങൾ കുറെ കാലമായിട്ട് ഒരേ സ്ഥലത്ത് ഒരേ ഡോറിൽ തന്നെ നിങ്ങൾ മുട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ എന്തൊക്കെയോ ഡോർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ ഒരിക്കലും ശ്രമിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ജോബിലോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ, നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷനിലോ നിങ്ങൾ വേറെ ഒന്നും ശ്രമിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് കാര്യങ്ങൾ ശ്രമിച്ചു നോക്കേണ്ട ഒരു ടൈമാണ്. നിങ്ങളെ സ്വയം ഹെൽപ്പ് ചെയ്യാൻ, സ്വയം പുറത്തു കൊണ്ടുവരാൻ. ചില ആളുകൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫാന്റസൈസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാന്റസി വേൾഡിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ ഒരു റിയാലിറ്റിയിലേക്ക് എങ്ങനെ തിരിച്ചു വരണം എന്നുള്ളത്, ഇറങ്ങി വരണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. സോ ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജും അതാണ്, നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ റിയൽ ലൈഫായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള പാത്തിലേക്ക് വരാൻ സാധിക്കുന്നുള്ളൂ. എന്താണ് ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾക്കുള്ള മെസ്സേജ്? സെൽഫ് എസ്റ്റീം, സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൂടുതൽ നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ചില ആളുകൾ നിങ്ങളുടെ ഫിസിക്കാലിറ്റി അക്സെപ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഓക്കെ, സോ ചില ആളുകൾ സിറ്റുവേഷൻസ് നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ ചില മാറ്റങ്ങൾ വരുത്താനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഓർ നിങ്ങളുടെ അപ്പിയറൻസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നതായിരിക്കാം, ഓർ നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു നോക്കുന്നതായിരിക്കാം, പുതിയ ഹെയർ സ്റ്റൈൽ നിങ്ങൾ നോക്കുന്നതായിരിക്കാം, ഓർ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയോ, ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളിൽ അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതായിരിക്കാം നിങ്ങളുടെ ഒരു സെൽഫ് എസ്റ്റീം
ഒരുപാട് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഒരുപാട് ടച്ച് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ സംസാര ശേഷിയായിരിക്കാം. ഓക്കെ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കാം. കാരണം ചില ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ വലിയൊരു പ്രോബ്ലം ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില കുറവുകൾ കൊണ്ട് നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പറയാൻ പറ്റുന്നുണ്ടാവില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അത് നിങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനത്തെ അവസ്ഥ, അതേ പെയിൻ അല്ലെങ്കിൽ അതേ ലെസൺ, അതേ അനുഭവങ്ങൾ നിങ്ങൾക്ക് വീണ്ടും 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 ലൈഫ് തരുന്നത് നിങ്ങൾ അത് ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ നിങ്ങൾ അത് ശ്രമിച്ചു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഒരു 4-5 പ്രാവശ്യം നിങ്ങൾ അതുപോലത്തെ ഒരു അവസരം നിങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഏരിയ. ഓക്കെ, നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവലിൽ കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾക്ക് നിങ്ങള് ഒതുക്കി വെക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കുന്ന കാര്യങ്ങളോ എന്തോ ഒരു കാര്യം നിങ്ങളെ ഇൻസെക്യൂർ ആക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്നും ഉൾവെളിഞ്ഞു നിർത്തുന്ന ചില കാര്യങ്ങൾ ചില ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതെന്താന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ പുറത്തേക്ക് അത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത്, പുറത്തേക്ക് നിങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് തുറന്നു പറയാൻ സാധിക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ എന്തോ ഒരു വിഷമം, നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിരിക്കാം, നിങ്ങൾ അനുഭവിക്കുന്ന ചില കാര്യമായിരിക്കാം. നിങ്ങൾ ചില ആളുകളുടെ അടുത്ത് അത് തുറന്നു പറയാം. നിങ്ങൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ തുറന്നു പറയാം. അത് മേ ബി നിങ്ങളൊരു കൗൺസിലിങ്ങിന് പോകുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറാപ്പി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കാരണം ചില ആളുകൾക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത എന്തൊരു വിഷമം ഉണ്ടാവുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ആ ഒരു സിറ്റുവേഷൻ ഹീൽ ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ സ്വയം ഹെൽപ്പ് ചെയ്യണം. ചില ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും നിങ്ങൾ ആ ഒരു സപ്പോർട്ട് കൗൺസിലിംഗ് പോലെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, നിങ്ങൾ ഇത് പല ഏരിയാസിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഒരു പ്രോബ്ലം എന്താണെന്നുള്ളത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളുടെ അടുത്ത്, അതായത് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു പ്ലേസിൽ നിങ്ങൾക്ക് അത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്കും കൂടെ ഇറങ്ങി വരിക. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾ സ്വയം ഹെൽപ്പ് ചെയ്യണം, സ്വയം ഫിക്സ് ചെയ്യണം. ചില ആളുകൾക്ക് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസും നല്ലതാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഗ്രൂപ്പ് നമ്പർ 2, എന്താണ് ഈ സാഹചര്യത്തെ പറ്റി നിങ്ങൾ അറിയേണ്ടത്? ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് ഹീൽ ചെയ്യേണ്ടതായിട്ട് തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ സാഹചര്യം എസ്പെഷ്യലി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് വീണ്ടും 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 സംഭവിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു സ്വഭാവം മാറ്റാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് എന്റെ ഈ ഒരു ശീലം മാറ്റാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. അത് നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ഗ്രോത്ത് കൊണ്ട് തരുന്നുണ്ട്. നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്താന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ എത്ര സ്പെഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുള്ളത് അത് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എവിടെയും പോയിട്ട് നിങ്ങൾ ഒരു കാര്യം ഫിക്സ് ചെയ്യണ്ട, നിങ്ങൾ ആരും ഫിക്സ് ചെയ്യാൻ ശ്രമിക്കേണ്ട. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യുക. അത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അതുപോലെ റിലേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. എക്സാക്ട്ലി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ കൂടെയാണ് വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നു, ഇറ്റ്സ് ഓൾ ബിക്കോസ് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളെ വിട്ടുകൊടുക്കുന്നത്, അങ്ങനെയാണ് നിങ്ങളെ പ്രൊജക്ട് ചെയ്യുന്നത്. ഓക്കെ, കോൺഫിഡൻസ് ഒക്കെ കുറവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യത്തിൽ വരിക. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫായിട്ട് സംസാരിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ടെംപ്ടേഷൻ, നിങ്ങളുടെ ചില അഡിക്ഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു പഴയ അവസ്ഥയിൽ തന്നെ പോകാനുള്ള, നിങ്ങളുടെ ഒരു മിസ്റ്റേക്കിലേക്ക് തന്നെ പോകാനുള്ള ഒരു ടെൻഡൻസി ചില ആളുകൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് വേറെ അവസരങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ എന്താണോ ഒരു മിസ്റ്റേക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളെ ഇല്ലാണ്ടാക്കുന്ന എന്തോ ഒരു കാര്യം, ഹാബിറ്റ്, ആളുകൾ, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിലും അതിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ചില ആളുകൾ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, സോ പുതിയ ഹാബിറ്റ്സ് നിങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നല്ലതാണ്.
ഓക്കെ, കാരണം ഈ ഒരു ഇങ്ങനെ നിങ്ങളൊന്ന് ജസ്റ്റ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രെമൻഡസ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കൊരു പുതിയ വഴി തെളിഞ്ഞു കിട്ടുന്നുണ്ട്, പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് തുറന്നു തരുന്നുണ്ട് ഈ ഒരു കാര്യം. കാരണം ഈ ഒരു സാഹചര്യം ഇപ്പം എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്, ഈ ഒരു സാഹചര്യത്തെ പറ്റി നിങ്ങൾ കേൾക്കേണ്ടത്, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു സാഹചര്യം, ഇതേ അനുഭവം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, ഇതേ കാര്യം തന്നെ നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ എന്തോ ഒരു കാര്യം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ. അത് നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരുപാട് മെന്റൽ കോൺഫ്ലിക്ട് തരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ തല ഒരുപാട് ബേൺ ചെയ്യുന്നുണ്ടായിരിക്കണം ഈ ഒരു കാര്യം, ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങളുടെ തല ഇങ്ങനെ പൊകിക്കുന്നുണ്ടാവും. നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല, നിങ്ങൾക്കറിയാം അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവണമെന്നില്ല എന്നുള്ളത്. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു മിസ്റ്റേക്കും ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള ഒരു മിസ്റ്റേക്സിൽ നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാതെ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് ചില ആളുകളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അത് മേ ബി നിങ്ങൾക്ക് പേടി ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, ചില ആളുകൾക്ക് പേടി ഉണ്ടാവുന്നത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഇന്നബിലിറ്റി ആയിരിക്കാം. ഓക്കെ, എങ്ങനെയാ നിങ്ങൾക്ക് ഈ ട്രസ്റ്റ് മീ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ കൂടെ പോയോ, എന്ത് മിസ്റ്റേക്സ് ആണോ നിങ്ങൾ ചെയ്തത്, ഓർ എന്താണോ നിങ്ങൾ വീണ്ടും 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 പോയിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടമായിട്ടുള്ളത്, അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ നല്ല രീതിയിൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വേറെ എവിടെ നിങ്ങൾ അന്വേഷിച്ചു പോരുത്. നിങ്ങൾക്ക് ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. സോ പുതിയ കാര്യത്തിലേക്ക് വരിക, പുതിയ അവസരങ്ങൾ കൊടുക്കുക, പുതിയ മിസ്റ്റേക്സിലേക്ക് നിങ്ങൾ വരിക. ചെയ്ത തെറ്റ് വീണ്ടും 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 അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ മുന്നോട്ട് വന്ന് പുതിയ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാം, എന്നിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ഒരേ കാര്യത്തിൽ കൂടെ വീണ്ടും 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 പോകുന്നുണ്ടെങ്കിൽ പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ വരിക. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ 2. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 3, ഈ സാഹചര്യത്തെ കുറിച്ച് എന്താണ് നിങ്ങൾ അറിയേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, എന്ത് ലെസൺ ആണ് എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഭംഗിയായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചില സിറ്റുവേഷൻ്റെ ഒരു റൈറ്റ് ഫോമിലേക്ക് വരികയാണ്, ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കുടുംബസ്ഥനോ കുടുംബനാഥയോ ഒക്കെ ആവുന്നതായിരിക്കാം. ഓക്കെ, കല്യാണം കഴിയുന്നതായിരിക്കാം, നല്ലൊരു വൈഫ്, നല്ലൊരു ഹസ്ബൻഡ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, അച്ഛൻ അമ്മ സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു അച്ഛൻ അമ്മ എന്നുള്ള രീതിയിൽ, ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. അതിന്റെ ഒരു ബെസ്റ്റ് ഫോമിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. അതിന് നിങ്ങൾക്ക് ഒരുപാട് മെച്ചുവേർഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു സാഹചര്യം, നിങ്ങൾ എന്ത് സാഹചര്യത്തിൽ കൂടിയാണ് പോകുന്നത്, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് കാം ആവുന്നുണ്ട്, ഒരുപാട് നല്ല രീതിയിൽ ലിസൺ ചെയ്യുന്നുണ്ട്, നല്ലൊരു ലിസണർ ആവുന്നുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ ധാരണ ഉണ്ടാവുന്നുണ്ട് നിങ്ങളെ പറ്റി, സിറ്റുവേഷനെ പറ്റി. നിങ്ങൾ ചിന്തിക്കുന്ന രീതി എന്ന് പറയുന്നത് അത് നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ച് നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഇതുപോലത്തെ ചില ലൈഫ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഒരു സ്ഥിരത ഉണ്ടാവുന്നുണ്ട്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സാഹചര്യം നിങ്ങളെ ലീഡ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു പ്ലേസിലാണ്. നിങ്ങൾ എന്ത് പ്രോബ്ലം ആണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് നിങ്ങളെ ഇതുപോലത്തെ ഒരു ബെസ്റ്റ് പേഴ്സൺ ആക്കി മാറ്റാനും കൂടെ സഹായിക്കുന്നുണ്ട്. ഓർ എന്ത് ലൈഫ് എക്സ്പീരിയൻസിലൂടെയാണ് നിങ്ങൾ പോയിട്ടുള്ളത്, നല്ലൊരു വ്യക്തിയാവാനും, നല്ലൊരു പാർട്ട്ണർ ആവാനും, നല്ലൊരു മനുഷ്യനാവാനും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി അങ്ങനത്തെ ഒരു ഫോമിലേക്ക് ചില ആളുകൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഈവൻ ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു പേർപ്പസ് എന്താണ്, നിങ്ങളുടെ ഒരു ലൈഫ് ഇന്റൻഷൻ എന്താണ് എന്നുള്ള ചില തിരിച്ചറിവുകളും ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, എന്താണ് ഈ ഒരു സാഹചര്യത്തെ പറ്റി നിങ്ങൾ അറിയേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, ഓർ ഈ സാഹചര്യം നിങ്ങൾ എങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത്, എന്ത് ലെസൺ ആണ് നിങ്ങൾക്ക് തരുന്നത്, എന്താണ് നിങ്ങൾ ഇതിന്ന് പഠിക്കേണ്ടത്. എക്സാക്ട്ലി സെൽഫ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഫൈനലി നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിൽ നല്ല നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എസ്പെഷ്യലി ഗ്രൂപ്പ് നമ്പർ 3 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകള്
നിങ്ങൾ അങ്ങനത്തെ ഒരു പൊസിഷനിൽ വരേണ്ട ആളുകളാണ്. ഓക്കെ, നിങ്ങൾ ഒരു മാതൃകയാവേണ്ട ആളുകളാണ്. അത് റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ ആളുകളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ചില ക്വാളിറ്റീസ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരുപാട് അംഗീകാരം കിട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ ഈ ഒരു സാഹചര്യം നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്. ഓർ എന്താ ഈവൻ ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ ഫെയിലിയർ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾക്കൊരു നല്ലൊരു ഗോൾ ഉണ്ട്, നിങ്ങൾ അതിനു വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ജേർണി നിങ്ങൾക്ക് അതൊരു ഈസി ആയിട്ട് ഉണ്ടാവണമെന്നില്ല. പക്ഷെ നിങ്ങൾ അതിൽ അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ അത് അങ്ങനെ വിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോയിട്ടുള്ള ജേർണി, നിങ്ങൾ എങ്ങനെ അത് ഫൈറ്റ് ചെയ്ത് വിൻ ചെയ്തു എന്നുള്ളത് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അത് ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളും കൂടെ കൊണ്ടുവരുത്തുന്നുണ്ട്. ഓക്കെ, സോ ചിലത് എന്താണോ നിങ്ങൾക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ തോന്നുന്നത്, എനിക്കിങ്ങനെ നോർമലി പോയാൽ പോരാ, എനിക്ക് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യണം, ആ ഒരു കാര്യം എന്റെ ലൈഫിൽ വേണം, എന്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എന്താണോ നിങ്ങൾ ആ ഒരു ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് വലിയൊരു ഫെയിം അല്ലെങ്കിൽ വലിയൊരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു അംഗീകാരമാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാത്തിനും കാട്ടി കൂടുതൽ നിങ്ങൾ മറ്റുള്ള ആളുകളെ അംഗീകരിക്കുക, നിങ്ങൾ മറ്റുള്ള ആളുകളെ അംഗീകരിക്കുക എന്നുള്ളത് മാത്രം നല്ലതല്ല, നിങ്ങൾക്ക് എന്തൊക്കെയൊരു പേഴ്സണൽ ആയിട്ടുള്ള ചേഞ്ചസ്, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ് ആണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അവർ ലൈഫിൽ ഈ ഒരു സമയത്ത് എന്തൊക്കെ നിങ്ങൾ ചാലഞ്ച് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതൊക്കെ ഒരു ലഹരിയായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അതൊക്കെ ഒരു അഡിക്ഷൻ ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ്. ഈവൻ നിങ്ങളുടെ ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ ചിലത് ശ്രമിച്ച് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം ബിൽഡ് ചെയ്യുന്നത് പോലെ. ഓക്കെ, ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾ എന്താണോ ഇതുപോലെ ശ്രമിക്കുന്നത്, ഗ്രൂപ്പ് നമ്പർ 3 നെവർ ഗിവ് അപ്പ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഇന്റൻഷനിലേക്കും കൂടി ആയിരിക്കില്ല നിങ്ങൾ എത്തിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഇത്ര കാര്യം ചോദിച്ചിട്ടുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾ എത്തിക്കുന്നത് ഇത്ര വലിയൊരു കാര്യത്തിലേക്ക് ആയിരിക്കാം. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്തെങ്കിലും IAS പോലത്തെ എന്തെങ്കിലും UPSC എക്സാംസ് ഒക്കെ എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു നിങ്ങളുടെ ഡ്രീം ആയിരിക്കാം അത്. ഓക്കെ, പക്ഷെ നിങ്ങൾ അത് എങ്ങനെ ഫൈറ്റ് ചെയ്ത് എഴുതുക, ആ ഒരു ഫെയിലിയേഴ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്ത് ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റോറി കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയാണ്. നിങ്ങൾ ആ ഒരു പൊസിഷനിൽ എത്തുക എന്നുള്ളത് മാത്രം നല്ലതല്ല, നിങ്ങൾക്ക് അവിടെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഫെയിമും സക്സസും ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ചില സാഹചര്യത്തിലേക്ക് പൊസിഷനിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ അങ്ങനത്തെ കഴിവുള്ള ആളുകളാണ്. അങ്ങനെ ജന്മന നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കഴിവുള്ള ആളുകളാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ക്രേവ് ഉണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യത്തിലേക്ക് എത്തണം. എക്സാക്ട്ലി ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, നിങ്ങളുടെ സൊസൈറ്റി, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കാം, ഡിഫറെന്റ് ആയിട്ടുള്ള മെഷീൻ ഉള്ള ആളുകളായിരിക്കാം. സോ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസും ഡിഫറെന്റ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇന്റൻഷൻ ഒക്കെ ഉള്ള ആളുകളായിരിക്കാം ലൈഫിൽ. സോ അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെസ്റ്റിനി ആയിട്ടുള്ള എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സോൾ പർപ്പസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മേജർ പർപ്പസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തരുന്ന ഒരു പ്രോമിസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്കൊരു ഡിവൈൻ ടച്ച് നിങ്ങൾക്ക് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സൈക്കിക് ആയിട്ടുള്ള ഒരു ടച്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ, ദൈവം നമ്മൾ തൊടുക എന്ന് പറയുമല്ലോ, ഒരു സ്പർശനം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അത്രൊരു ബ്ലെസ്സിങ് ഉള്ള, നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിന്റെ സ്പർശനമുള്ള ആളുകളായിരിക്കാം നിങ്ങൾ. അത് എപ്പോഴും ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ എപ്പോഴും സേഫ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ എപ്പോഴും സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്റൻഷൻ, സ്പെഷ്യൽ ആയിട്ടുള്ള ആഗ്രഹം, ഓർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എനർജി ഉള്ള ആളുകളാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇന്റൻഷനും അതാണ്. നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാത്രം നല്ലതല്ല, നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം അതാണ്. ഓക്കെ, നമ്പർ 3 എന്താണ് ഈ ഒരു സാഹചര്യത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഈ സാഹചര്യം വീണ്ടും നിങ്ങൾ കൺഫേം ചെയ്യുന്നത് നിങ്ങളുടെ പൊസിഷനിലാണ്. നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചേഞ്ച് ആണ്, നിങ്ങൾ എത്തിപ്പെടുന്ന പ്ലേസ് ആണ്, നിങ്ങൾ ജീവിക്കാൻ പോകുന്ന പ്ലേസ് ആണ്, നിങ്ങൾ റോൾ മോഡൽ ആവാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതൊരു ഈവൻ ഒരു ഫാമിലി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, നിങ്ങൾ ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, നിങ്ങളുടെ പാർട്ട്ണറെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങൾ എത്തിപ്പെടുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെ ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ ലൈഫിൽ എല്ലാം റൈറ്റ് പ്ലേസിൽ അലൈൻഡ് ആയിട്ട് വരിക, റൈറ്റ് പ്ലേസിൽ സംഭവിക്കും എന്നുള്ളതല്ല. നിങ്ങൾ ചില ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരുപാട് പ്രോബ്ലം ഉള്ള കാര്യങ്ങൾ സോൾവ് ചെയ്ത് അത് ബ്യൂട്ടിഫുൾ ആയിട്ട്
കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഒരുപാട് മെസ്സപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് ഓർഡർ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് ലൈഫ് നിങ്ങൾ പഠിപ്പിക്കും, നിങ്ങളെ അനുഭവം കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കും. ഓക്കെ, ഓൾ ഓഫ് സഡൻ പെട്ടെന്നൊരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാന്നുള്ളതല്ല, നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക്, നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ്, ഓരോ ലൈഫ് എക്സ്പീരിയൻസും നിങ്ങളുടെ ലെസൺ ആണ്. നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ പവർ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ചില എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ നിങ്ങളും ഒരു പവറുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഒരു സോൾ കോൺട്രാക്ട് ആയിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഇന്റൻഷൻ ഉള്ള ആളുകളായിരിക്കാം, നിങ്ങൾ ഒരുപാട് ഫെയിമിലേക്ക് വരേണ്ട ആളുകളാണ് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സി നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അവിടെ ഡിവൈൻ കൂടെ ഇൻവോൾവ് ആണ്, ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട്, യൂണിവേഴ്സൽ പ്ലാൻ കൂടെ അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇന്റൻഷൻ ഒക്കെ ഉള്ള ആളുകളായിരിക്കാം. ഇതൊന്നും നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ സ്പെഷ്യൽ ചൈൽഡ് ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ സ്പെഷ്യൽ ആണ്. നിങ്ങൾ എങ്ങനെ വീണാലും നിങ്ങൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ, ലൈക്ക് ഒരു ഫെദർ പോലെയാണ് നിങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ അത്ര ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ബ്ലെസ്സിങ്, നിങ്ങളുടെ ഡൗട്ട്, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കമ്പയർ ചെയ്യാനേ പാടില്ല ഗ്രൂപ്പ് നമ്പർ 3. ഡെഫിനറ്റ്ലി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് കാരണം ഇത് ചില ആളുകൾക്കൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ എനർജി, നിങ്ങൾ എത്തിപ്പെടുന്ന കാര്യങ്ങള്, നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങള്, നിങ്ങൾ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങള്, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. കാരണം ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത്, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ചില കാര്യങ്ങളായിരിക്കാം, നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്ന ചില കാര്യങ്ങള് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ട് ഇൻസ്പയർ ആയിട്ട് പോകുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ എത്തിപ്പെടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടങ്ങൾ തോന്നുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരുപാട് ഫെയിം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തോ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അത് ഒന്നൊന്നും വന്നിട്ടുള്ളതല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെ വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഓക്കെ, ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് എസ്പെഷ്യലി ഈ ഒരു ടൈം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലെ നിങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതുപോലെ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ടാലന്റ് ഓർ എന്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ നിങ്ങളെ ചില ആളുകൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാവുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ എന്തൊക്കെയോ ഒരു ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ടാണ് സംഭവിക്കുന്നത് എന്നൊക്കെ മേ ബി നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, കാരണം നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ആളുകളാണ്, നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഗ്രൂപ്പ് നമ്പർ 3. കാരണം അത്ര ഒരു ദൈവാധീനമുള്ള ആളുകളാണ് നിങ്ങൾ. അത് എപ്പോഴും നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കും. പ്രകൃതിയായിട്ട് നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, നേച്ചറായിട്ട് നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. സോ ദാൻ ഹ്യൂമൻ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത് നിങ്ങളും നേച്ചർ ആയിട്ടാണ്. ഓക്കെ, പ്രകൃതിയായിട്ടാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ജേണിയിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ലൈഫ് നിങ്ങൾ അതുപോലെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ ഇത്ര ഡീപ്പായിട്ട്, ഇത്ര മെച്ചുവേർഡ് ആയിട്ട് അവേക്കൻ ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ വിൻ ചെയ്യുന്നത്, അത് മറ്റുള്ള ആളുകൾക്ക് മാതൃകയാണ്. അത് നിങ്ങളുടെ ഫാമിലിയിലോ, നിങ്ങൾ പേഴ്സണൽ ലൈഫിലോ, നിങ്ങളുടെ ജോബോ, നിങ്ങൾ എത്തിപ്പെടുന്ന പൊസിഷനോ എന്താണെന്നുണ്ടെങ്കിലും. ഓക്കെ, ഈ ഒരു സാഹചര്യം നിങ്ങൾ അതുപോലെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡോർ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ ഒരു പാത്ത് ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ യൂണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, അത് നല്ല രീതിയിൽ നിങ്ങളെ കണക്ട് ചെയ്യാം. അഡ്വഞ്ചർ ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ 3. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.